ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ KPCC നേതൃമാറ്റ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്. AICC ഡൽഹിയിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്നും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്ലാൻ 63യുമായി മുന്നോട്ട് പോകാനാണ് VD സതീശന്റെ നീക്കമെന്നറിയുന്നു. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, അതായത് ഈ AICC കൃത്യമായി തന്നെ ഓരോ നേതാക്കളെയും കണ്ട് അവരുടെ നിലപാടുകൾ അറിയുന്നു. അതായത് ഒരു നേതൃമാറ്റത്തിലേക്ക് തന്നെ സൂചന നൽകുകയാണോ AICC? ജിൽസി, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ AICCക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അതിനാൽ തന്നെ വേഗത്തിലൊരു പ്രശ്നപരിഹാരം വേണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷിയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ എത്തിയപ്പോൾ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി കൂടിക്കാഴ്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും ദീപാദാസ് മുൻഷിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ചകൾ തുടരാനുള്ള തീരുമാനം ദീപാദാസ് മുൻഷി എടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതൊക്കെ തലത്തിലുള്ള മാറ്റങ്ങൾ വേണമെന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ദീപാദാസ് മുൻഷി നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾക്ക് കൈമാറും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായ തീരുമാനങ്ങളിലേക്ക് പോകുക. കേരളത്തിലെ നേതാക്കളുമായുള്ള ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ കാര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നേതൃമാറ്റവും KPCC പുനഃസംഘടനയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലുള്ള അന്തിമമായ റിപ്പോർട്ടിന് രൂപം നൽകുക ദീപാദാസ് മുൻഷി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടയിലും മിഷൻ 63 എന്ന തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ VD സതീശനും തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും കൂടുതൽ പിന്തുണ ലഭിക്കുന്നതിന് ആവശ്യമായ ആശയവിനിമയങ്ങൾ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നടത്തുന്നുണ്ട്. അത് വിജയിപ്പിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം അദ്ദേഹവും നടത്തുന്നുണ്ട്. മറുഭാഗത്ത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് എത്രയും വേഗത്തിൽ ഒരു പരിഹാരം വേണം എന്ന നിലയിലേക്കാണ് പോയിരിക്കുന്നത്. ആ സന്ദേശം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരക്കിട്ട കൂടിക്കാഴ്ചകളും മറ്റും പുരോഗമിക്കുന്നത്. ജിൽസി, ശരി, KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തിലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AICC കൂടെ തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വരാനിരിക്കെ തന്നെ കോൺഗ്രസിലെ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകണമെന്നുള്ള ഒരു നിർബന്ധത്തിൽ തന്നെയാണ് AICC എന്നറിയുന്നു. ആ വിവരങ്ങളാണ് KR സാജു നൽകിയത്.